അയോധ്യ രാമക്ഷേത്ര കൊള്ള നടന്നത് ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയെന്ന് കെ.സി. വേണുഗോപാൽ. ഇത്ര വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല. ട്രസ്റ്റ് പിരിച്ചുവിടാനും തയ്യാറാകുന്നില്ല. നടന്നത് വലിയ കൊള്ളയെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ 4-5 മാസക്കാലത്ത് അവിടെ നടന്നിരുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോട് കൂടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. CCTV ഫുട്ടേജ് അത് നീക്കം ചെയ്യപ്പെട്ടു. അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം തന്നെ മുന്നറിയിപ്പ് നൽകി ഇവിടെ മോഷണത്തിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇതൊന്നും അവഗണിച്ചുകൊണ്ട് ഈ കൊള്ള നടത്താൻ അനുവാദം കൊടുക്കുകയും അതിന് എല്ലാവിധ പ്രേരണ ശക്തിയുമായത് അവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിയമിച്ചിട്ടുള്ള ആളുകളാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമിച്ചിരിക്കുന്നവരെ. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രി മൗനമാണ്. ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ.